പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ മുനിചര്യാ പഞ്ചകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അയാചിതമലിപ്സയാ നിയതിദത്തമന്നം മുനിഃ തനോസ്ഥിതയ അന്വദൻ പഥിശയാനകോ അവ്യാകുലഃ സദാത്മദൃഗനശ്വരം സ്വപരമാത്മനോരൈക്യതഃ സ്ഫുരന്നിരുപമം പദം നിജമുപൈതി സച്ചിത്സുഖം. അയാചിതമലിപ്സയാ നിയതിദത്തമന്നം മുനിഃ തനോസ്ഥിതയ അന്വദൻ പഥിശയാനകോ അവ്യാകുലഃ സദാത്മദൃഗനശ്വരം സ്വപരമാത്മനോരൈക്യതഃ സ്ഫുരന്നിരുപമം പദം നിജമുപൈതി സച്ചിത്സുഖം. ആദ്യമായി ഈ ശ്ലോകത്തെ അലിപ്സയ അയാചിതം നിയതിദത്തം അന്നം തനോസ്ഥിതയേ അന്വദൻ പഥിശയാനകഃ അവ്യാകുലഃ സദാത്മദൃക് മുനിഃ സ്വപരമാത്മനോരൈക്യതഃ സ്ഫുരൻ അനശ്വരം നിരുപമം നിജം സച്ചിത്സുഖം പദം ഉപൈതി എന്നിങ്ങനെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കണം. ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. അലിപ്സയ ആഗ്രഹിക്കാതെ തന്നെ, അയാചിതം യാചന കൂടാതെ, നിയതിദത്തം അന്നം പ്രകൃതിദത്തമായ ആഹാരം, തനോസ്ഥിതയേ അന്വദൻ തനുവിൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി അല്പമാത്രം ഭക്ഷിച്ച്, അവ്യാകുല യാതൊരുവിധ വ്യാകുലതകളുമില്ലാതെ, പഥിശയാനക വഴിയിൽ കിടന്നുറങ്ങുന്നത്, എവിടെ എത്തിപ്പെടുന്നുവോ അവിടെ കിടന്നുറങ്ങി, സദാത്മദൃക് സത് ആത്മദൃക്ക് എന്നാണ് ഇതിനെ ഇഴപിരിക്കേണ്ടത്. അപ്പോൾ ആത്മസത്തയെ ദർശിക്കുന്നവനായി എന്നർത്ഥം കിട്ടും. അങ്ങനെ സ്വപരമാത്മനോ ഐക്യതഃ സ്വാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീഭാവത്താൽ സ്ഫുരൻ സ്ഫുരിക്കുന്ന പ്രകാശിക്കുന്ന, അനശ്വരം നിരുപമം സച്ചിത്സുഖം അനശ്വരവും നിരുപമവുമായ, യാതൊന്നിനോടും ഉപമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സച്ചിദാനന്ദമാകുന്ന ആ ഒരു സുഖം, നിജം പദം സ്വന്തം നിലയെ ഉപൈതി പ്രാപിക്കുന്നു, എന്നാൽ ആ നിലയിൽ എത്തിച്ചേരുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ആഗ്രഹത്തോടുകൂടി യാചിക്കാതെ തന്നെ പ്രകൃതിദത്തമായ അന്നം ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടി മാത്രം ഭക്ഷിക്കുകയും യാതൊരുവിധ ആകുലതകളുമില്ലാതെ വഴിയോരത്ത് തന്നെ കിടന്നുറങ്ങിയും ഉണർന്നു വീണ്ടും സഞ്ചരിച്ചും ആത്മസത്തയെ ദർശിക്കുന്ന മുനി ജീവാത്മാ പരമാത്മാ ഐക്യത്താൽ സ്ഫുരിക്കുന്നതും അനശ്വരവും നിരുപമവും സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയതുമായ നിജ പദപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു. വ്യവസ്ഥാപിത സന്യാസ പാരമ്പര്യം പിന്തുടരുന്നവരല്ല മുനിമാർ. വ്യവസ്ഥാപിത സന്യാസചര്യകളിൽ ഭിക്ഷാടനം ധാർമ്മികമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും
ആശ്രമാദികൾ സ്ഥാപിക്കാനും അവ പ്രവർത്തിപ്പിക്കാനുമുള്ള ധനം ഭിക്ഷാടനത്തിലൂടെ സമാഹരിക്കാൻ പാരമ്പര്യ സന്യാസം സ്വീകരിക്കുന്നവർക്ക് ധർമ്മവിധിയുണ്ട്. ആ വിധിയുടെ മറവിൽ സമാന്തര സാമ്പത്തിക ശക്തികളായി സന്യാസി സംഘങ്ങൾ പരിണാമപ്പെട്ടുകൂടാ എന്ന് ശ്രീനാരായണ ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. സ്വന്തം ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരെ അക്കാര്യം ഉദ്ബോധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ശ്ലോകരചനയ്ക്ക് പിന്നിലുള്ളത്. അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആത്മീയ വ്യവസായമായി പരിണാമപ്പെട്ടാലുണ്ടാകുന്ന അപകടം ക്രാന്തദർശിയായിരുന്ന ഗുരുദേവൻ മുൻകൂട്ടി കണ്ടിരുന്നു. ബ്രഹ്മനിഷ്ഠന്മാരായ മുനിമാർ അന്ന വിചാരമില്ലാത്തവരാണ്. എന്നാലും ചിഞ്ചിടബന്ധം വേർപെടുന്നതുവരെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ഊർജം നിലനിർത്താൻ വേണ്ടി പ്രകൃതി നിയതിക്ക് വിധേയപ്പെട്ട് യാന്ത്രികമായി അവരും ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണത്തിൻ്റെ രുചിയോ ഗുണമോ ഒന്നും അവർക്ക് ബാധകമല്ല. വിശ്രമത്തിനായുള്ള സുഖശയനത്തിലും മുനിമാർക്ക് ശ്രദ്ധയില്ല. വഴിയോരത്തെവിടെയും യാതൊരുവിധ ആകുലതകളുമില്ലാതെ മുനിമാർ ശയിക്കും. വിശ്വം മുഴുവനും ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനാൽ നിറയപ്പെട്ടിരിക്കുന്നുവെന്നും താൻ ഉൾപ്പെടെയുള്ള സർവ്വതും ആ പരമ്പൊരുളിൽ നിന്നും അന്യമല്ല എന്നുമുള്ള ബോധ നിലയാണ് മുനിമാർ അനുഭവിക്കുന്നത്. ഈ ബോധനിലയെയാണ് ജീവാത്മാ പരമാത്മാ ഐക്യമെന്ന് പറയുന്നത്. ഈ ബോധനിലയിൽ എത്തിച്ചേർന്ന മുനി സ്വന്തം നിലയെ ബ്രഹ്മാഭിന്നമായി ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ലാത്തതായി ദർശിച്ച് അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനനമരണ രൂപേണയുള്ള സംസാര ദുഃഖങ്ങൾ അവരെ അലട്ടുന്നില്ല. അയം ആത്മാ ബ്രഹ്മ എന്ന അനുഭൂതിയ നിർവൃതിയിൽ അമരുന്നവരാണ് മുനിമാർ എന്ന് സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.